ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിച്ച ഏതൊരു കാര്യങ്ങളാണെങ്കിലും അത് ഉടൻ നിറവേറ്റിത്തരുന്ന ഓരോ മുഹൂർത്ത സമയങ്ങളുണ്ട്. അങ്ങനെ മാസത്തിൽ ഒരു തവണ മാത്രം വരുന്ന അത്ഭുത മുഹൂർത്ത സമയമാണ് അഭിജിത്ത് നക്ഷത്ര ദിവസം എന്ന് പറയുന്നത്. വെറും 24 മിനിറ്റാണ് ഇതിൻ്റെ ദൈർഘ്യം എങ്കിലും കൂടി ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരുവാൻ സാധിക്കുന്ന ഒരു മുഹൂർത്ത സമയമാണ് ഇത് എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും പുതിയതായി കാണുന്നവർക്ക് വേണ്ടി പറയാം. നമുക്കെല്ലാവർക്കും 27 നക്ഷത്രങ്ങളെക്കുറിച്ച് മാത്രമേ അറിവുള്ളൂ. പക്ഷേ 28ാമത്തെ ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിന് പറയുന്ന പേരാണ് അഭിജിത്ത് നക്ഷത്രം എന്നുള്ളത്. ഉത്രാടം നക്ഷത്രം അവസാനിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള 12 മിനിറ്റും തിരുവോണം നക്ഷത്രം ആരംഭിച്ചു കഴിഞ്ഞു വരുന്ന ആ ഒരു 12 മിനിറ്റിനെയും 24 മിനിറ്റായി ദൈർഘ്യം കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു നക്ഷത്രം വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത്. ഉത്രാടവും തിരുവോണവും ഒരുമിച്ച് വരുന്ന, അതായത് ആ ഒരു 24 മിനിറ്റ് സമയം. ഈ ഒരു സമയത്ത് ആരൊരാൾ ഏതൊരു പ്രാർത്ഥനകൾ ഭഗവാന്റെ മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകൾ ഉടൻ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും. എത്ര പ്രാർത്ഥനകൾ വേണമെങ്കിലും വെക്കാമോ എന്ന് ചോദിച്ചാൽ അല്ല, ഏതെങ്കിലും ഒരു പ്രാർത്ഥന മാത്രം. ദീപം 2 ദീപം തെളിയിച്ച്, നെയ് ദീപം നമ്മുടെ പൂജാമുറിയിൽ തെളിയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചാലും ഫലം തന്നെയാണ്. ഇനി അഥവാ ഈ സമയത്ത് ഞങ്ങൾക്ക് ദീപമൊന്നും തെളിയിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ് എന്ന് പറയുന്നവർ ദീപം തെളിയിക്കാതെ ഒരു ശാന്തമായ സ്ഥലത്തിരുന്നു കൊണ്ടും നമുക്ക് ഈ പ്രപഞ്ചത്തെ വശ്യം ചെയ്ത് നമ്മുടെ ഒരൊറ്റ ആഗ്രഹത്തെ ഇന്ന് നിറവേറ്റിയെടുക്കാവുന്നതാണ്. വെറും 24 മിനിറ്റ് മാത്രമല്ലേ എന്ന് നമുക്ക് വളരെ സിമ്പിളായി തോന്നുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ആഗ്രഹത്തെയും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന അത്ഭുത മുഹൂർത്ത സമയമാണ് ഇത്. സാധാരണ എല്ലാ ദിവസങ്ങളിലും അഭിജിത്ത് മുഹൂർത്തം വരുന്നുണ്ട്. അത് എല്ലാ ദിവസങ്ങളിലും ഉച്ച സമയത്താണ് വരുന്നത്. പക്ഷേ അഭിജിത്ത് മുഹൂർത്തത്തെക്കാളും ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ കണക്കിലാക്കപ്പെടേണ്ട ഒന്നാണ് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത്. ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ കൃഷ്ണ ഭഗവാന്റെ മയിൽപ്പീലിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ഇത് എന്നതിനാൽ തന്നെ 2 നെയ്ദീപം ശ്രീകൃഷ്ണ ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ തെളിയിച്ചുകൊണ്ട് നമുക്ക് അഭിജിത്ത് നക്ഷത്ര സ്തുതിയെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ നമുക്ക് ആ സമയത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം മാത്രം 24 മിനിറ്റും ജപിക്കാവുന്നതാണ്. എണ്ണം കണക്കിലെടുക്കാതെ നമുക്ക് ജപിക്കാം. അത് അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു അത്ഭുത പണവശ്യ മന്ത്രത്തെ ജപിക്കാം. പണവശ്യമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്നുണ്ടെങ്കിൽ പണവശ്യ മന്ത്രത്തെ നമുക്ക് ജപിക്കാവുന്നതാണ്. ഇനി അതല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാൻ വേണ്ടിയാണെങ്കിൽ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. മാത്രമല്ല പൂജകൾ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ശുദ്ധമായ ഒരു സ്ഥലത്ത് ശാന്തമായ ഒരിടത്തിരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ സമയം, അതായത് ഇന്നു രാത്രി 11:46 മുതൽക്ക് 12:10 മിനിറ്റ് വരെയുള്ള ആ 24 മിനിറ്റ്, ഈ 24 മിനിറ്റാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു സമയമായിട്ട് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ ഈ സമയത്ത് ഓം റീം വശി വശി ധനം പണം ദിനം ദിനം, ഓം റീം വശി വശി ധനം പണം ദിനം ദിനം എന്നുള്ള ഈ മന്ത്രം പണ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇന്ന് ചൊല്ലാവുന്നതാണ്. ഇനി പണ ആവശ്യമല്ലാത്തവരുണ്ടെങ്കിൽ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രമോ ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ എന്നുള്ള മന്ത്രമോ നമുക്ക് ഈ 24 മിനിറ്റും ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഭിജിത്ത് സ്തുതി അറിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ജപിക്കാം. ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഒരുമിച്ചിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിലും ശരി. ഇനി അഥവാ വീട്ടിൽ ഒരാൾ മാത്രമേ ഇത് ചൊല്ലാൻ സാധിക്കുകയുള്ളൂ, കാരണം മാസത്തിൽ ഒരു തവണ മാത്രം വരുന്ന ഒരു മുഹൂർത്തമല്ലേ എന്ന് പറയുന്നവരാണെങ്കിലും ശരി, നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു മന്ത്രം ജപിക്കാം. ഏതെങ്കിലും ഒരൊറ്റ ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ മന്ത്രം നിങ്ങൾ ജപിച്ചു നോക്കൂ. അടുത്ത അഭിജിത്ത് നക്ഷത്ര സമയമാകുമ്പോഴേക്കും നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് നിറവേറി കിട്ടുന്നതായിരിക്കും.
മാത്രമല്ല കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾ ഇതുപോലെ അഭിജിത്ത് നക്ഷത്ര സമയത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ ആ കാര്യം നിറവേറി കിട്ടിയിട്ടില്ല. പണ ആവശ്യങ്ങളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ തന്നെ വീണ്ടും നമുക്ക് ഇന്ന് ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ചൊല്ലാം. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഉയർച്ചയിലേക്ക് വരണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യം, സന്തോഷം, സമാധാനം, ആരോഗ്യം എന്നിവയെല്ലാം ഉണ്ടാകണമെന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം ഭഗവാൻ നമുക്ക് തന്ന് അനുഗ്രഹിക്കും. പക്ഷേ അതിലെല്ലാം തന്നെ അതിൻ്റേതായ ഓരോ സമയങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നിറവേറി കിട്ടണം എന്നാഗ്രഹിക്കാതെ, ഭഗവാനെ എൻ്റെ പ്രാർത്ഥനകളെല്ലാം അങ്ങയിൽ ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് ഒരു കാര്യം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്ന് പറഞ്ഞ് ഭഗവാനിൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ പങ്കുവെക്കാവുന്നതാണ്. അല്ലാതെ എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ നിറവേറി കിട്ടണമെന്നൊരിക്കലും പറയരുത്. കാരണം നമ്മുടെ പാപകർമ്മ ഫലങ്ങൾക്കനുസരിച്ചായിരിക്കും ഓരോരുത്തരും നമ്മൾ ജീവിതത്തിൽ സന്തോഷവും ദുഃഖങ്ങളും എല്ലാം അനുഭവിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതുപോലുള്ള വഴിപാടുകളിലൂടെയും മന്ത്രജപങ്ങളിലൂടെയും നമ്മുടെ കർമ്മഫലങ്ങളെല്ലാം തന്നെ നമുക്ക് ഇല്ലാതാക്കി തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഇല്ലാതായെങ്കിൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു മാസം നമ്മൾ ചൊല്ലി നോക്കി ഒരു ഫലവും കിട്ടിയില്ല, 2 മാസം ചൊല്ലി നോക്കി ഒരു ഫലവും കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാൾ തുടർച്ചയായി വിശ്വാസത്തോടുകൂടി അഭിജിത്ത് നക്ഷത്ര സമയത്ത് നമുക്ക് മന്ത്രങ്ങൾ ജപിച്ച് 2 ദീപങ്ങൾ തെളിയിച്ച് ഭഗവാനിൽ ശരണാഗതി അടഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് കേൾക്കില്ല എന്ന് പറയുന്നത്? ഉറപ്പായും നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നതായിരിക്കും. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ഭഗവാന് കൃത്യമായിട്ട് അറിയുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും അത് നമുക്ക് നല്ലതാണെങ്കിൽ നിറവേറ്റി തരും. നമ്മൾ ന്യായമായ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാൻ അത് നമ്മളിലേക്ക് എത്തിച്ചു തരിക തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ദീപം തെളിയിച്ചാണ്, നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ 24 മിനിറ്റിന് ശേഷം നമ്മൾ തെളിയിച്ചു വെച്ചിരിക്കുന്ന ആ 2 മൺവിളക്കിൽ ദീപത്തിരികൾ നമുക്ക് താഴ്ത്തിയിടാവുന്നതാണ്. കാരണം നമുക്ക് ഉറങ്ങേണ്ട സമയമാണ്. ഇനി അഥവാ താനെ ദീപം അണഞ്ഞോട്ടെ അല്ലെങ്കിൽ താഴ്ന്നോട്ടെ എന്ന് പറയുകയാണെങ്കിലും അങ്ങനെ ചെയ്യാം. പക്ഷെ കഴിവതും തിരി താഴ്ത്തിയിട്ടിട്ട് കിടന്നുറങ്ങുവാനായിട്ട് പോവുക. ഇനി ഒരു കാര്യം കൂടി, നമുക്ക് ഒരു 11 മണിക്കാണ്, 11:46 ഈ സമയം തുടങ്ങുന്നത്. ഞങ്ങൾ ഒരു 9:30 മുതൽക്ക് 11 മണി വരയ്ക്ക് ഉറങ്ങി എഴുന്നേറ്റ ശേഷം ദീപം തെളിയിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞ മന്ത്രങ്ങൾ ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കയ്യും മുഖവും കഴുകിയതിനു ശേഷം നമുക്ക് ഈ ദീപം തെളിയിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മുറികളിൽ തന്നെ ഇരുന്നു കൊണ്ടോ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇന്ന് മറക്കാതെ 12 മണി 10 മിനിറ്റിനുള്ളിൽ ഈ ഒരു പ്രാർത്ഥന ചെയ്തു നോക്കൂ. തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. നിങ്ങൾ തന്നെ പറയും നമ്മുടെ ഈ ഒരു അഭിജിത്ത് നക്ഷത്ര സമയത്തിൻ്റെ ആ ഒരു എഫക്റ്റ് എത്രമാത്രം വലുതാണ് എന്നുള്ള കാര്യം. കഴിവതും വീട്ടിലുള്ളവരെയും ചേർത്തിരുത്തി ജപിക്കുവാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതുപോലുള്ള മുഹൂർത്ത സമയങ്ങൾക്കെല്ലാം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഇതുപോലുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഇരട്ടിയായി തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ, പുരാണ കഥകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.